വിഴിഞ്ഞം തുറമുഖവും ദേശീയപാത നിർമ്മാണവും തുടങ്ങി അസാധ്യമായതെല്ലാം സാധ്യമാക്കിയ വികസനമാണത്ര പിണറായി സർക്കാരിൻ്റെത്. ആരുടെ വികസനം? പാവപ്പെട്ടവന്റെ വികസനമോ അതോ സമ്പന്നരുടെ വികസനമോ? പാവപ്പെട്ടവന്റെയും സമ്പന്നരുടെയും വികസനം എന്തായാലും ഒരുമിച്ച് സാധ്യമല്ല. എന്താണ് ഈ വികസനം? സ്വകാര്യ മുതലാളിമാർക്ക് മൂലധന നിക്ഷേപം നടത്താനുള്ള വീതി ഒരുക്കലാണ് വികസനം. സംസ്ഥാനത്ത് കൊണ്ടാടപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖം എന്ന വികസനത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഗൗതം അദാനി എന്ന കോർപ്പറേറ്റ് മുതലാളി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പണം ഒഴുക്കുന്നത് ആരൊക്കെയാണ്? ഒന്നാം ഘട്ട നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ 5370 കോടി രൂപ മുടക്കി. ആദ്യ ചെലവിന്റെ 61.5%. ഇതിനു പുറമെ തുറമുഖത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 7000 കോടി മുടക്കിക്കഴിഞ്ഞു. തുറമുഖ നിർമ്മാണത്തിനായി അദാനി മുടക്കിയത് 2497 കോടി രൂപ, അതായത് 27.8% മാത്രം. കേന്ദ്ര സർക്കാർ 818 കോടി രൂപ മുടക്കിക്കഴിഞ്ഞു. തുറമുഖത്തിലൂടെ ലഭിക്കുന്ന ലാഭം എങ്ങനെയാണ് പങ്കിടുന്നത്? 61.5% മുടക്കിയ സംസ്ഥാന സർക്കാരിന് ലാഭമായി അദാനി 2034 വരെ ഒന്നും നൽകില്ല. 100% ലാഭവും അദാനിക്ക്. കുറ്റം പറയരുതല്ലോ. 2034 മുതൽ 1% ലാഭം സർക്കാരിന് നൽകും. ഇത് അദാനിയുടെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതി മാത്രമാണ്. പിണറായി സർക്കാരിന്റെ വികസന തൊപ്പിയിലെ അടുത്ത തൂവൽ ദേശീയപാതയാണ്. സംസ്ഥാനത്തെ ഒരു ദുരന്തമായി മാറ്റുകയാണ് ദേശീയപാത വികസനം. ദേശീയപാത വികസനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ചുങ്കക്കൊള്ളയാണ്. അതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ് മണ്ണുത്തി മുതൽ ഇടപ്പള്ളി വരെയുള്ള ദേശീയപാത. ഈ റോഡ് പണിയാൻ ആകെ ചെലവ് 721 കോടി രൂപ. ഈ ദേശീയപാതയിലെ പാലിയേക്കര ടോളിലൂടെ 2025 വരെ പിരിച്ചെടുത്തത് 1700 കോടി രൂപ. ടോൾ പിരിവ് അവസാനിച്ചോ? ഇല്ല, 2028 വരെ തുടരും. അപ്പോഴത്തേക്ക് പിരിവ് 3000 കോടി കവിയും. 720 കോടി രൂപ മുടക്കി പണിത റോഡിൽ അതിന്റെ 4 മടങ്ങ് തുക ചുങ്കമായി പിരിച്ചെടുക്കുന്ന സമ്പ്രദായത്തിന്റെ പേരാണ് വികസനം. കാസർഗോഡ് തിരുവനന്തപുരം ദേശീയപാത 66-ൽ ഇരുചക്ര വാഹനത്തിനും ഓട്ടോറിക്ഷയ്ക്കും പ്രവേശനം ഉണ്ടായിരിക്കില്ല. എന്നാൽ ടോൾ പ്ലാസകൾ 13 എണ്ണം ഉണ്ടായിരിക്കും. അവയിലൂടെ മുടക്കിയ മുതലിന്റെ 10 മടങ്ങ് തുക പിരിച്ചെടുക്കും. ഇങ്ങനെ കൂറ്റൻ മുതലാളിമാർക്ക് പെരും ലാഭത്തിന്റെ പത്തായം ഒരുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ദേശീയപാത വികസനം. ഈ വികസനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല.